നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഷോർട്സ് സെക്ഷൻ ഭയങ്കര അത്ഭുതമുള്ള പോലെ തോന്നി. എല്ലാം കുറെ കോടികൾ വ്യൂ ഉള്ള 9 crore 8 crore 4 crore ഒക്കെ വ്യൂ ഉള്ള ഒരുപാട് ഇത് കണ്ടിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ഒരു ഭാഷയില്ലാത്ത, അതായത് മ്യൂസിക് മാത്രം കൺവേ ചെയ്യുന്ന ഇതിനാണ് അത്രയധികം വ്യൂസ് നമ്മൾ കാണാറ് സാധാരണഗതിയിൽ. പക്ഷെ നിങ്ങൾക്ക് മലയാളം പറയുന്ന ഒരുപാട് ഷോർട്സിനും അത്രയും വ്യൂസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ മലയാളം കേരളത്തിലാകെ 3.5 കോടി ആളുകളല്ലേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എന്റെ മോന്റെ വോയിസ് ആണ്. അവന്റെ വോയിസിന് ഭയങ്കര ഫാൻസ് ആണ്. ഇപ്പോഴല്ല, ഞങ്ങള് ചെറുപ്പത്തിലുള്ള ഒരു 3 വയസ്സ് ടിക്ടോക്കുള്ള സമയത്ത് ഞങ്ങൾ ഓൺ വോയിസ് ട്രൈ ചെയ്യാറുണ്ട്. അവനാണ് മെയിൻ കഥാപാത്രമായിട്ട് വരിക. അപ്പൊ അന്ന് തൊട്ട് അവന്റെ വോയിസ് ഭയങ്കര ക്ലിക്കാണ്. ചെവിയിലേക്ക് തുളച്ച് കാണുമ്പോൾ സൗണ്ട് ആണ്. അപ്പൊ ആ വോയിസിനോടുള്ള സ്നേഹമാണ് പിന്നീട് ഞങ്ങളുടെ ഓൺ വോയിസുകൾക്കാണ് അങ്ങനെ ആ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പാച്ചു 2 വയസ്സ് മുതൽ തന്നെ ഈ ഡയലോഗ് സ്വയം പഠിക്കുകയും സ്വയം പ്രസന്റ് ചെയ്യുകയും മുമ്പ് ഏതായിരുന്നു നമ്മുടെ മ്യൂസിക്കലി മാഷ്, അതൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് കാലം മുമ്പുള്ള. അപ്പൊ അതിലേക്ക് അവനെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അത് നോക്കിയിരിക്കും. അന്നൊക്കെ നമ്മൾ കട്ട് കൊടുക്കും, ഒരു ഡയലോഗ് പറഞ്ഞ് കട്ട് കൊടുക്കും, അങ്ങനെ എടുക്കായിരുന്നു. അപ്പൊ ഡയലോഗ് പിടിക്കും പെട്ടെന്ന്. അതായത് ചെവി പറഞ്ഞു കൊടുക്കണോ? അല്ല, ഫോണിൽ വെച്ച് കൊടുക്കും. അത് കണ്ടുപിടിക്കും. ഓൺ വോയിസുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാം, അവന്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോ അത് ക്യാച്ച് ചെയ്ത് അതുപോലെ തന്നെ ആള് തിരിച്ചു പറയും. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആ മൊമെന്റിൽ വെച്ചിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ മൊമെന്റിൽ നമ്മൾ കട്ട് ചെയ്യും, പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കും. പാച്ചു ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, ആള് സ്കൂളിലാണ്. സ്കൂള് 4 വരെയോ? 4:45 വീട്ടിലെത്തുമ്പോ ഫുൾ ബിസിയാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണ്. ഒരുപാട് മീറ്റപ്പുകൾക്ക് വേണ്ടി പോകുന്നുണ്ട്, കൊളാബറേഷൻസ് വരുന്നുണ്ട്. ലൈഫ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 1 million ഫാമിലിയിലേക്കൊക്കെ എത്തുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മാറ്റങ്ങൾ ആൾക്കാർ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മുടെ ഫാമിലിയില് സബ്സ്ക്രൈബേഴ്സിനെ കൂടി നമ്മുടെ സന്തോഷം കൂടല്ലേ. നമ്മൾ എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ നമ്മൾ അറിയുന്നവരുണ്ടായിരിക്കും. അത് കാരണം എന്ത് സിറ്റുവേഷനിലും നമ്മൾ പെട്ടുപോകും എന്നുള്ളൊരു അവസ്ഥ വരില്ല. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഓർമ്മയിലുണ്ടോ ഈ അടുത്തെപ്പോഴെങ്കിലും ഉള്ളത്? ഈ അടുത്തുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ എവിടെ പോയാലും തിരിച്ചറിയും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ സപ്പോർട്ടാണ്. നമ്മൾ എവിടെ ചെന്നാലും ഫസ്റ്റ് ചോദിക്കാൻ വന്നിട്ടില്ലെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരും. അത് നമ്മുടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ അമ്മമാര് വരെ, പ്രായമായിട്ടുള്ള അമ്മമാര് വരെ ചോദിക്കും. എല്ലാവർക്കും വേണ്ടത് പച്ചുനിയാണ്. ഞങ്ങൾ ഈ അടുത്ത് കോട്ടയത്തേക്ക് ഒരു വർക്കിന് വേണ്ടിയായിരുന്നു, ഒരു വീടിന്റെ ഷൂട്ടിന് വേണ്ടി വേണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ, ആൾക്ക് മറ്റേ ഇതിന്റെ വർക്കാ, ഏത് ഇൻവെർട്ടറിന്റെ വർക്കാം, പുതിയ വീട് പണിതിട്ടുള്ളത്. അപ്പൊ ആളെ വന്നിട്ട് നീ അല്ല രാവിലെ പേപ്പർ ഇടാൻ പോയി ഇത്ര പെട്ടെന്ന് വന്നു. നമ്മുടെ ഈ അടുത്ത് പേപ്പർ ഇടുന്ന വീഡിയോ ഭയങ്കരമായിട്ട് ഈ ഇങ്ങനത്തെ ഐഡിയാസ് ഇല്ലേ? അതായത് ചില ഐഡിയാസ് ഒക്കെ സീൻ വൈസ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോണിലൂടെ ഇപ്പോൾ ഒരു ഭർത്താവിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ ബന്ധം ഉണ്ടെങ്കിൽ അത് ഭാര്യ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് മ്യൂസിക്കിലൂടെ മാത്രം കൺവേ ആവുന്ന ഒരു റീലും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഭീകര റീച്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് ആണോ ക്ലിക്ക് ആവുക? അതോ ഈ കൗണ്ടർ പറയുന്നത് ഇപ്പൊ അങ്ങനെ ഇന്ന പാർട്ടി ഇന്ന ആള് ചെയ്യാം, ഇന്ന പാർട്ടി ഇന്ന കണ്ടന്റ് ഇന്ന ആള് ചെയ്യാം, അങ്ങനത്തെ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഇല്ല. ഞങ്ങളെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ട്രൈ ചെയ്യും. ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, പാട്ട് പാടണോ, എന്ത് വേണോ, ടോം ആൻഡ് ജെറി കണ്ടന്റ് എല്ലാം ചെയ്യും. യൂട്യൂബിന്റെ ഒരു റവന്യൂ അത് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പോസ്റ്റ് കോവിഡ്. പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പൊ ഒരു എന്താണ് ജോലിന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ ധീരയുടെ ജോലി പറയാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താന്നുള്ളത് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ പേർക്കൊക്കെ എന്റെ ജോലി ഞാനൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കുറെ പേർക്ക് ഇപ്പൊ യൂട്യൂബ് എന്നുള്ള ഒരൊറ്റ ഇൻകം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആൾക്ക് ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റു കാര്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റീച്ച് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ നന്നായിട്ട് ഇത് വളരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 11 ലക്ഷത്തിനപ്പുറത്തായല്ലോ ഈ സബ്സ്ക്രൈബേഴ്സ്. 1 million കഴിഞ്ഞു, 1 ലക്ഷം കൂടി കഴിയുന്നു, 1 million 1 ലക്ഷം കഴിയുന്നു. അപ്പൊ ഈ ഗ്രോത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം? നമ്മളെപ്പോഴും ലൈവായിട്ട് നിക്കണം. മറന്നു പോകരുത് നമ്മുടെ മുഖം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. ഞങ്ങളിപ്പോ ഞാൻ മലയ്ക്ക് നോയമ്പെടുത്തപ്പോൾ വീഡിയോസ്
വളരെ കുറവായിരുന്നു എടുക്കാറുന്നില്ല. മലയ്ക്ക് പോയി വന്നപ്പോൾ സ്വതവേ അങ്ങനെയാണ് മലയ്ക്ക് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈഫിലത്തെ ഇന്റർവെൽ ടൈം എന്ന് പറയുന്നതാണ് ആ ഒരു നോയമ്പ്. മണ്ഡലകാലത്ത് ആള് വീഡിയോസ് എടുക്കാൻ വരില്ല. അപ്പൊ ഒരു മനസ്സുകൊണ്ട് ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടുന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് എടുക്കാന്നുള്ള ഒരു മോഡലായിരിക്കില്ല. അപ്പൊ ആ ഒരു ടൈം നമ്മുടെ ഇന്റർവെൽ ടൈം 40 ദിവസം വ്രതം കഴിഞ്ഞ് വന്നപ്പോ ഈ വട്ടം ഇങ്ങനെ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അതിനുശേഷം എടുത്താണ് ഇപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇത്രയും റീച്ച് കിട്ടിയത്. നല്ലൊരു തുടക്കാന്ന് വിചാരിക്കുന്നു. മാത്രല്ല ഒരു 282 തൊട്ട് 297 ആയി നിൽക്കായിരുന്നു. ഇപ്പം ഒരു 1.5 വർഷത്തിനടുത്തായിട്ട് ഈ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടി കുറഞ്ഞു കയറണേ ഉണ്ടായിരുന്നില്ല. 2025 സ്റ്റാർട്ട് ചെയ്ത ഈ വീഡിയോ ഇട്ടപ്പോട്ട് 297 ആയിരുന്നു ഫോളോവേഴ്സ്. 310 ഇപ്പോ പെട്ടെന്നാണ് 13K ഫോളോവേഴ്സ് കയറിയത്. ഭയങ്കര ഹാപ്പി ആയി. 2025 ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വർഷമാണ്. ഇനി ഇങ്ങനെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ കടക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ പീസ് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് എല്ലാവരും റീല് ചെയ്യുമല്ലോ. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരേ റീല് തന്നെ കോപ്പി ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം നോർത്തിലുള്ള റീലുകൾ ആളുകൾ ഇവിടെ കോപ്പി ചെയ്ത് ചെയ്യണ പരിപാടി. പക്ഷെ ഇപ്പൊ അത് പെട്ടെന്ന് പിടിക്കും. അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യൽ പണിയാണോ? അത് ഇപ്പൊ നാച്ചുറലി സംഭവിക്കുന്നുണ്ടോ? ഒരു മ്യൂസിക് കേട്ടു ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ട്രെൻഡ് ആയ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെ പോലും ആ ട്രെൻഡ് പോയിട്ടാണ് മിക്കവാറും ഞങ്ങൾ ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ എന്തെങ്കിലും അവസാനം വേറെ ട്വിസ്റ്റ് ആയിട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇപ്പൊ മറ്റേ പുഷ്പയുടെ പാട്ട് ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് ട്രെൻഡായി അന്നിട്ട് പറഞ്ഞോടിക്കാ നമുക്ക് ആ റീലെടുക്കാന്ന്. പക്ഷെ ഇതുവരെ ഞങ്ങൾ അത് എടുത്തിട്ടില്ല. ഇനി എല്ലാവരും ട്രെൻഡും കഴിയുമ്പോ ആ സോങ്ങിന് തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അപ്പൊ ട്രെൻഡ് അവസാനിക്കുമല്ലോ. അപ്പൊ അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ട്വിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ രീതി. പക്ഷെ ട്രെൻഡും ചെയ്യും ഒന്നു പോണല്ലോ. ഈ സാധാരണ ഈ ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അവരൊരു ഐഡിയേഷന് വേണ്ടി ഒരു മുറിയൊക്കെ എടുത്തിട്ട് ഇന്ന ഐഡിയ ചെയ്യാം, ഇത്ര സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇത് ഭയങ്കര പ്രൊഫഷണലി കറക്റ്റ് ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനുള്ള ഐഡിയാസ് ഒക്കെ കിട്ടുന്നത് എവിടുന്ന? അല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ട് പക്ഷെ ഒന്നും പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. നമുക്ക് അത് ചെയ്യണം ദാസ, നമുക്കിത് ചെയ്യണം ചെയ്യാം. പ്ലാനിങ് ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോയി. ഗംഭീര പ്ലാനിങ്. ഒരെണ്ണം പറയാൻ പറ്റുമോ? നമ്മൾ ഇത്ര ടൈമിംഗ് ഒക്കെ വെക്കും. രാവിലെ ഇത്ര മണിക്ക് എണിക്കണം, ഇത്ര മണി തൊട്ട് ഇത്ര വരെ ഇന്ന കാര്യം ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് വീഡിയോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. നാളെ ചെയ്യേണ്ട വീഡിയോ നമ്മൾ ഇന്നേ പ്രിപ്പയർ ചെയ്ത് സ്കിറ്റ് റെഡി ആക്കി വെക്കണം. വൈകുന്നേരം കണ്ടന്റ് സെറ്റ് ആക്കി വെക്കണം. ഇത്ര മണിക്ക് നമുക്ക് എടുക്കണം. ഒരു ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ബുക്കൊക്കെ മേടിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുറെ ആലോചിക്കുമ്പോൾ ഒക്കെ മറന്നു പോകും ചേട്ടാ. അപ്പൊ ഒരു ബുക്ക് മേടിച്ചിട്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഇപ്പോഴും ഭദ്രമായിട്ട് അവിടെ ഇരിക്കും. ചില സമയത്ത് കണ്ടന്റുകള് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ഇങ്ങനെ കുറെ ഇങ്ങനെ വരും. അപ്പൊ മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് മൊബൈലിൽ നോട്ടില്ലേ, അതിലിങ്ങനെ അടിച്ചിടും ഓരോ പേര് വെറുതെ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് മറന്നു പോകാണ്ടിരിക്കാൻ. ഇപ്പൊ ഇപ്പൊ ചെയ്തിട്ടുള്ള ഈ പത്രത്തിന്റെ സംഭവം എത്രയോ ഒരു 1.5 കൊല്ലത്തിന്റെ അടുത്ത് ഞങ്ങള് മുന്നേ ഞാൻ ഇതിങ്ങനെ ഒരു മനസ്സിലിട്ടിയ ഒരു തീം ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാ. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾ ചെയ്തില്ല. ഇതുപോലെ എഴുതിയിൽ മാത്രം